പത്തനംതിട്ടയിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ കൈവശക്കാരെ ഇറക്കി വിടില്ലെന്ന് ജില്ലാ കളക്ടർ. വീട് നിൽക്കുന്ന ഭൂമി ഒഴിവാക്കി ബാക്കി ഭൂമി വിറ്റ് തുക തിരികെ പിടിക്കാൻ ആലോചന. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് ചർച്ച ചെയ്യും. മുൻ ഉടമയ്ക്കെതിരെ കേരള ബാങ്ക് പോലീസിനെ സമീപിക്കും. കേരള ബാങ്കിനോട് ഇന്നലെ അതിൻ്റേതായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറും കേസ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അത് പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ തീരുമാനമാണ് ഇന്നലെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ലൈഫ് മിഷൻ്റെ ആൾക്കാരെ നമ്മൾ എവിക്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വരുന്ന 12 സെൻറ്റ് വസ്തു അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കേരള ബാങ്കിൻ്റെ ഒരു കടം തീർക്കാം എന്നുള്ള രീതിയിലൊരു സജഷൻ അവരുടെ ബോർഡിലേക്ക് വെക്കുക എന്നുള്ളൊരു തീരുമാനം ഇന്നലെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ഭവനരഹിതർക്ക് വേണ്ടി അവർക്കുള്ള പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണല്ലോ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത് എന്താണ്? മുൻ ഉടമയാണോ പ്രശ്നക്കാരൻ? തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. 2017 ഇവർക്ക് ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ച് കിട്ടിയ വീടായിരുന്നു ഈ കേരള ബാങ്ക് ജപ്തി ചെയ്തത്. കേരള ബാങ്ക് നൽകിയ വിശദീകരണം, ഈ മുൻ ഭൂ ഉടമ, അതായത് ഈ 3 സെൻറ്റ് വസ്തു വാങ്ങിയ അതിൻ്റെ മുൻ ഭൂ ഉടമ ഈ ബാങ്കിൽ നിന്നും, കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വസ്തു ഈടായി വെച്ചുകൊണ്ടായിരുന്നു ലോൺ എടുത്തത് എന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ വിശദീകരണം. എന്നാൽ അന്ന് തന്നെ ഈ വീട്ടുടമസ്ഥർ പറഞ്ഞിരുന്നു തങ്ങൾ ആ ബാങ്കിൽ നിന്നും ലോണുകളൊന്നും എടുത്തിട്ടില്ല എന്നും, അതുപോലെ തന്നെ 3 സെൻറ്റ് വസ്തു മാത്രമാണ് ഇവരുടെ പക്കലുള്ളതെന്നും, ഇക്കാലം അത്രയും 2017 മുതൽ ഇതുവരെയും ആ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലോൺ എടുക്കുകയേ ചെയ്തിട്ടില്ല എന്ന വീട്ടുകാരുടെ പ്രതികരണം വന്നിരുന്നു. പിന്നീടാണ് കൂടുതൽ അന്വേഷണം ഇതിലുണ്ടായപ്പോൾ ഈ ലൈഫ് പദ്ധതി അനുവദിച്ച് കിട്ടിയ ആ 3 സെൻറ്റ് വാങ്ങിയ അതിൻ്റെ യഥാർത്ഥ മുൻ ഭൂവുടമ 15 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. ആ 15 സെൻറ്റ് വസ്തുവാണ് ഈ ഈടായി ഈ കേരള ബാങ്കിൽ വെച്ചിരുന്നത്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർക്ക് 3 സെൻറ്റ് വസ്തു ഈ മുൻ ഭൂവുടമയായ വിജയകുമാർ വസ്തു വിൽക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതോടെയാണ് അതിൽ വലിയ ഇടപെടലുണ്ടാകുന്നു. പൊതുപ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത് നിലവിലെ ഈ വീട്ടുടമയെ അല്ലെങ്കിൽ ആ ഭൂമി കൈവശം നിലവിലുള്ള ആ കൈവശക്കാരെ അവിടെ നിന്നും ഇറക്കി വിടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം, ഇങ്ങനെ ഇറക്കി വിടരുത് എന്നുള്ള നിർദ്ദേശവും, അതുപോലെ തന്നെ മുൻ ഭൂവുടമയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശവും കേരള ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ വ്യക്തമാണ്. ലൈഫ് പദ്ധതിയുടെ ലൈഫ് ഇല്ലാതാക്കിയ മുൻ ഭൂവുടമയ്ക്കെതിരെ ആയിരിക്കും നടപടി ഉണ്ടാവുക. അല്ലാതെ ലൈഫ് പദ്ധതിയിലൂടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നിർധന കുടുംബത്തിനെതിരെ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.